പിന്നെ പാറ്റേൺ മേക്കിങ് സ്റ്റിച്ചിങ്ങും പറയണം മിസ്സിനോട്. എന്നിട്ട് അതും എല്ലാവരും ഒരേ ടൈമിൽ കൊടുക്കേണ്ടതല്ലേ, ഇന്ന ഒരാൾക്കൊരു പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. എന്നാലേ അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് തരാൻ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. എന്നാലും ചോദിക്കാം. ഞാൻ ഇച്ചിരി സ്ലോയാണ്, ഇച്ചിരി നല്ലോണം സ്ലോയാണ്. കുറച്ചായിട്ട് ഇട്ടാ, പണ്ടങ്ങനെയില്ല, പണ്ട് സൂപ്പറായിരുന്നു. കുറച്ചായിട്ട്. അപ്പോൾ ആർക്കും എപ്പോഴാണ് എന്താ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നു. പിന്നെ എൻ്റെ വിശേഷം എന്താ? പിന്നെ എൻ്റെ ചക്കര, അവൻ്റെ ലവർ, എടാ പേരറിയില്ലടാ, നീ എന്നെ തല്ലി കൊല്ലുന്നു, സിൽസില അല്ലേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ക്രഷ്, പേരറിയില്ല, പേരറിയുന്നില്ല, പേര് പറയുന്നില്ല, കേട്ടാ മനസ്സിലാവുന്ന പോലും അറിയില്ല. പിന്നെ അവിടെ പോയിട്ട് മോഡലിങ്ങിന് പോയിട്ട് പിന്നെ എല്ലാവരും നടന്ന് പരിചയപ്പെട്ടു. പാവം എൻ്റെ ക്യാമറമാനെ ഒന്ന് ഹഗ് ചെയ്യാൻ വിട്ടുപോയി, സോറി. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഹഗ്, എന്നാൽ 2 അല്ല 3 അല്ല ഹഗ്ഗെങ്കിലും ഞാൻ ചെയ്തിട്ടേ വരുള്ളൂ, ഉറപ്പാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാലും ഞാൻ അവരൊക്കെ ഹഗ് ചെയ്യും. അതിപ്പോൾ ഇന്ന ആളെന്നൊന്നുമില്ല, കൈ കൊടുക്കും. അതുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭംഗിയാണെങ്കിലും അവരുടെ കണ്ണാണെങ്കിലും കമ്മലാണെങ്കിലും എന്താണെങ്കിലും ശരി, അവരോട് ചെന്നിട്ട് പറയും. വയനാട് പോയപ്പോൾ ഒരാളുടെ ഹെയർ വൈറ്റ് അടിച്ചിരിക്കുന്നു, എന്ത് രസമാണെന്നറിയോ. അയാൾക്ക് ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം, അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ ഫാഷൻ ഷോയ്ക്ക് പോയിട്ട് ഒരാളോട് ക്രഷ് തോന്നി, അത് ആൾക്കറിയാം. സ്റ്റോപ്പ്. പിന്നെന്താ, ചക്ര, നിന്നെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാ, നിന്റെ ലവറിലെയും പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. പിന്നെ കുറെ ചോട്ടാസ് ഉണ്ടായിരുന്നു. ഇത് ദൈവമേ, ചോട്ടാസ്, അയ്യോ, കുഞ്ഞു ചോട്ടാസല്ല, കുഞ്ഞു ചോട്ടാസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അവരൊന്നും കൂടുതൽ കാണാൻ പറ്റിയില്ല, ഒരു 3 വയസ്സ് 4 വയസ്സ് അങ്ങനെ. അല്ലാണ്ട് കുറേ ചോട്ടാസുകൾ ഉണ്ടായിരുന്നു, ഭയങ്കര കമ്പനിയായി. 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന ചോട്ടാസുകൾ. അയ്യോ, നീ ഒരിക്കലും മറക്കൂലടി പെണ്ണേ നിന്നെ, എൻ്റെ ദൈവമേ, വേറെ ലെവൽ. എനിക്കൊക്കെ പറ്റിയ കൂട്ടാ അവര്.